അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, വേഗം മരിക്കണമെന്ന് പറയുന്നവരും വേഗം മരിക്കണമെന്ന് കൊതിക്കുന്നവരിലും അള്ളാഹു റഹ്മത്തിനെ എടുത്തു കളഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. എൻ്റെ ഉമ്മമാരെ, ഭർത്താക്കന്മാരെന്തെങ്കിലും ശാഠ്യം പിടിക്കുമ്പോ, ദേഷ്യം പിടിക്കുമ്പോ അതിനെയല്ല കൊതിക്കേണ്ടത്, അതിനെയല്ല കൊതിക്കേണ്ടത്. ചില ആളുകൾ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്കോ ഞങ്ങളെ കുടുംബത്തിനോ അങ്ങനത്തെ ഒരവസ്ഥ നൽകരുതേ അല്ലാഹുവേ. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ വിഷം കടിക്കുന്ന സഹോദരന്മാർ, എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ വരുമ്പോ ഫാനിന്റെ മുകളിൽ കെട്ടി തൂക്കിയിട്ട് ആത്മഹത്യ ചെയ്യുന്ന സഹോദരിമാർ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അനിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു ഫഹുവ ഫീ നാരി ജഹന്നം യതറദ്ദാ ഖാലിദൻ മുഖല്ലദാ. പുണ്യനബി തങ്ങൾ പറയാണ്, ആരെങ്കിലും പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് തായോട്ട് ചാടിയിട്ട് ആത്മഹത്യ ചെയ്താൽ, അങ്ങനെയായിരുന്നു പഴയകാല അറബികൾ ആത്മഹത്യ ചെയ്തിരുന്നത്. വലിയ പർവ്വതത്തിന്റെ മുകളിൽ അവർ കയറി നിൽക്കും, എന്നിട്ട് അവർ തായോട്ട് ചാടും. അതാണ് നബി തങ്ങളും പറഞ്ഞത്, മൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു. മലന്റെ മുകളിൽ നിന്ന് തായോട്ട് ചാടിയിട്ട് ആരെങ്കിലും ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരെത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, അവരെത്ര തന്നെ നോമ്പ് നോറ്റിട്ടും കാര്യമില്ല, അവരെത്ര തന്നെ സകാത്ത് കൊടുത്തത് കൊണ്ടും കാര്യമില്ല, എത്ര കൊണ്ട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടും കാര്യമില്ല, അവർ നരകത്തിലാണ്. ഫഹുവ ഫീ നാരി ജഹന്നം യതറദ്ദാ ഖാലിദൻ മുഖല്ലദാ. അവൻ കത്തിജ്വലിക്കുന്ന നരകലോകമുണ്ടല്ലോ, തീനെയും മനുഷ്യനെയും കല്ലിനെയും കത്തിക്കപ്പെടുന്ന നരകലോകം, കിലോമീറ്ററുകളോളം മായമുള്ള നരകലോകം, തേളുകളും പാമ്പുകളും നിറഞ്ഞ നരകലോകം, വലിയ വലിയ അത്ഭുതങ്ങളും വലിയ വലിയ ശിക്ഷാമുറകളുമുള്ള നരകലോകം. ആ നരകലോകത്തിൽ അവൻ ഖാലിദൻ മുഖല്ലദാ. ആ നരകത്തിൽ ഇവൻ ഈ ദുന്യാവിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണോ ആത്മഹത്യ ചെയ്തത്, അതേപോലെ അവൻ ആത്മഹത്യകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ മുഹമ്മദ് മുസ്തഫ. ആത്മഹത്യയെ ചിന്തിക്കല്ലേ, ആത്മഹത്യ ചിന്തിക്കല്ലേ, ആഗ്രഹിക്കല്ലേ, കൊതിക്കല്ലേ. മഹാനാകുന്ന ജാബിർ തങ്ങൾ ഒരു ദിവസം നബി തങ്ങളുടെ അരികിലേക്ക് വരികയാണ്. ജാബിർ തങ്ങൾ നബി തങ്ങളുടെ അരികിലേക്ക് വന്നു. ഒരു ജനാസ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ആ ജനാസയുടെ കൊണ്ടുപോകുമ്പോൾ പുന്നാര നബി തങ്ങൾ ആ ജനാസയെ പിന്തുടരാൻ വേണ്ടി പുറപ്പെടുകയാണ്. ഒരു ജനാസ, ആ ജനാസയെ പിന്തുടരാൻ പുണ്യനബി തങ്ങൾ പുറപ്പെടുകയാണ്. അപ്പോഴാണ് ജാബിർ റളിയല്ലാഹു അൻഹു ആ വഴിക്ക് വരുന്നത്. ജാബിർ തങ്ങൾ പറയാൻ, നബിയെ, ആ ജനാസ ആരുടേതെന്നറിയോ? അത് ഇന്ന വ്യക്തിയുടേതാണ്, അയാൾ ആത്മഹത്യ ചെയ്തതാണ് നബിയെ, അയാൾ ആത്മഹത്യ ചെയ്തതാണ് നബിയെ. ഉടനെ തന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കെന്തെന്നറിയോ? അനലാ ഉസല്ലി. അയാൾ ആത്മഹത്യ ചെയ്ത ആളാണോ എങ്കിൽ ഞാൻ അയാളുടെ മേൽ മയ്യത്ത് നിസ്കരിക്കൂല, നിസ്കരിക്കാൻ പറ്റൂല. ഈ ഒരു ഹദീസിനെ ആധാരമാക്കിയിട്ടാണ് അഹ്മദ് ഇമാം ആത്മഹത്യ ചെയ്തവർക്ക് നിസ്കരിക്കാറില്ല. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടല്ലോ, ആത്മഹത്യ ചെയ്തവരുടെ മയ്യത്ത് നിസ്കരിക്കാറില്ല. ഞാൻ വയക്കാടാ ജോലി ചെയ്യുന്നത്. വായക്കാട്ടുകാര് പറയാറുണ്ട്, ഉസ്താദെ, ആത്മഹത്യ എന്നുള്ള വിവരം ജീവിതത്തിലൊരു കറാത്ത് പോലും ചെയ്യാത്ത മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ മുമ്പിലോട്ട് വന്നിട്ട് പറഞ്ഞാൽ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ആത്മഹത്യ ചെയ്തവരുടെ മയ്യത്ത് നിസ്കരിക്കാറില്ല എന്ന് പറഞ്ഞ ശാഫിഈ മദ്ഹബിൽ മയ്യത്ത് നിസ്കരിക്കണം ആരെങ്കിലും ഒരാൾ. എല്ലാവരും ഫർളിൽ നിന്ന് വേണ്ടി ഇതെന്തിനാണ് അവരൊക്കെ മാറി നിൽക്കുന്നത്? സജറിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അതവർ മാറി നിൽക്കുമ്പോൾ ഇത് വലിയ പാപമാണെന്ന് മനസ്സിലാക്കും ജനങ്ങൾ. എന്നിട്ട് അതിൽ നിന്ന് വഴിമാറും. എൻ്റെ ഉമ്മമാരെ, എന്ത് പ്രശ്നങ്ങൾ വന്നാലും, എൻ്റെ ഉപ്പമാരെ, എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും എല്ലാം തരണം ചെയ്യാൻ കഴിയണം. ഒന്നും പ്രശ്നമല്ല എന്ന് ചിന്തിച്ചുകൊണ്ടെല്ലാം തട്ടി മാറ്റാൻ കഴിയണം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. പിശാചാണതൊക്കെ, പിശാചിൻ്റെ അധികാരമാണ്.
പിശാചിന്റെ ആധിപത്യമാണ്. അല്ലാഹുവേ നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. അങ്ങനെയുള്ള മരണത്തിൽ നിന്ന് സാധുക്കളായി ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അപ്പം നല്ലൊരു മരണം നമുക്കുണ്ടാവണം. എന്തൊക്കെയാണ് വഴികൾ? എന്തൊക്കെയാണ് വഴികൾ? ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ നല്ല രാവിൽ, വെള്ളിയാഴ്ച രാവോ വെള്ളിയാഴ്ച പകലോ, ജുമാക്കൊക്കെ സുജൂദ് കിടന്ന് മരിക്കണോലൊക്കെ ഉണ്ടല്ലോ. ജുമാ സമയത്തിൽ സുജൂദിൽ കിടന്ന് മരിക്കുന്നവരുണ്ടല്ലോ. വെള്ളിയാഴ്ച രാവിൽ മരിക്കുന്ന ആളുകൾ എത്ര പേർ? ഞങ്ങളുടെ നാട്ടിലൊരു 50 കൊല്ലം ബാങ്ക് വിളിച്ചൊരു മൊല്ലാക്ക ഉണ്ടായിരുന്നു, മൊല്ലാക്ക അഹമ്മദ് മുസ്ലിയാർ. അവർ മരിച്ചെന്നാണെന്നറിയോ? കഴിഞ്ഞ നോമ്പ് 29-ാം രാവ്, വെള്ളിയാഴ്ച രാവ്, ഇശാ കഴിഞ്ഞിട്ട് 8:40 സമയമാണ്. ആ 8:40 അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വലാത്തിന് നേതൃത്വം വഹിച്ചത് മഹാനായ ഈ അഹമ്മദ് മൊല്ലാക്കയാണ്. കണ്ണിയത്ത് സാർ ചോറ് തിന്നാൽ ചോറിൻ്റെ ഒരു പിടി ബാക്കി വെക്കും. എന്നിട്ട് പറഞ്ഞു, അഹമ്മദേ ഇത് തിന്നോ, അങ്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറയും. ഞാൻ അയാളെ കൂടെ ജോലി ചെയ്തതാ. ഭയങ്കര ഇബാദത്താ. എപ്പോഴും അയാൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതാണ്. 3 കൊല്ലട്ടാ ദർസോദിയത്. 3 കൊല്ലാണ് അയാൾ ദർസോദിയത്. അയാൾക്ക് ഖുർആൻ മുഴുവനും മനഃപ്പാടമാണ്. എങ്ങനെയെന്നറിയോ? ഹിഫ്ള് കോളേജിൽ പോയി പഠിച്ചതല്ല, ഓതി കാണാതെ പഠിച്ചതാണ്. ഓതി കാണാതെ പഠിച്ചതാണ്. ഇങ്ങനെ ഓതും ആ മനുഷ്യൻ. ഉറക്കം വന്നാൽ അങ്ങനെ, എന്നിട്ട് പിന്നെ വല്ലാതെ ഉറക്കം വരുമ്പോൾ അയാൾ പാണക്കാട്ടേക്ക് പോകും. ഞാൻ ചോദിക്കും, എമ്മട്ടിയിലാരെന്തിനാ ഞങ്ങൾ പാണക്കാട്ട് പോണത്? ഇടക്കിടക്ക് ഒരു പാണക്കാട്ട് പോകാൻ. എന്തിനാ ഉസ്താദേ പാണക്കാട് പോകുന്നത്? അഹമ്മദ് കുട്ടി മുസ്ലിയാർ പറയാറുള്ളത് എന്തെന്നറിയോ? ഉസ്താദെ ഇപ്പം അങ്ങനെ പാണക്കാട്ട് പോയി വന്നാൽ ഒരു റാഹത്തുണ്ട്, എനിക്ക് പാണക്കാട്ട് പോകുന്നത് ഓതുമ്പം വല്ലാതെ ഉറക്കം തൂങ്ങുകയാണ്, ആ ഉറക്കം ഇല്ലാതെയാവാനാണ്. ആലോചിച്ച് നോക്കിയാണ് മനുഷ്യന്മാരെ. മകളെ കെട്ടിക്കാനല്ല പോകുന്നത്, തടിക്ക് ആഫിയത്തുണ്ടാവാനല്ല, ബിസിനസ്സിൽ ബറക്കത്തുണ്ടാവാനല്ല പാണക്കാട്ടേക്ക് പോകുന്നത്. പാണക്കാട്ട് പോകുന്നത് ഓതുമ്പോ ഉറക്കം വരാതിരിക്കാൻ. മൻ വഖറൽ ഖുർആന ഫഖദ് വഖറഹുല്ലാഹ്. ബഹുമാനിക്കൂല പടച്ചോൻ. ആ മനുഷ്യനാണ് മരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലും അയാൾ നബി തങ്ങളുടെ മേൽ സലാം പറയുന്നൊരു രംഗുണ്ട്. കൈ ഇങ്ങനെ വിറച്ചിട്ടാണ് അയാൾ സലാം പറയാ. ഞാൻ 10 കൊല്ലം അനുഭവിച്ചവനാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അത് റമദാനിൽ പറയാറുള്ളത് 8:40 പഴയ പള്ളിയാണത്. സ്വലാത്ത് റമദാനിലും സ്വലാത്ത് ഉണ്ടാവും. പക്ഷേ റമദാൻ്റെ സ്വലാത്തും ഇശാഖ് ബാങ്ക് കൊടുത്തതിന് ശേഷമാണ്. അത് കഴിഞ്ഞിട്ടാണ് തറാവി ഉണ്ടാകുക. തറാവിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് 10 മണിയാകും. വയസ്സന്മാരെ ഉണ്ടാകുള്ളൂ. മനസ്സിലായിട്ടില്ലേ? അതിൽ 8:40 ഇയാൾ സലാം പറയാറുള്ളത്. എന്നാൽ ആ 8:40 പതിവ് പോലെ വ്യാഴാഴ്ചയുടെ സ്വലാത്ത് കഴിഞ്ഞ് അന്ന് സലാം പറഞ്ഞത് ഈ വിനീതനാണ്. അത് കഴിഞ്ഞ് ഇശാഖിന്റെ ജമാഅത്തിന് വേണ്ടി നിൽക്കുമ്പോഴാണ് ഒരു കുട്ടി വന്നിട്ട് പറയണത്, ഉസ്താദേ നിങ്ങളോട് ഇക്ര ഹോസ്പിറ്റലിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞ് എന്തേ അഹമ്മദ് കുട്ടി മൊല്ലാക്ക ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഷാ നിസ്കാരം കഴിഞ്ഞ് പാഞ്ഞ് പോയൊക്കെ ഞാൻ ചിരിച്ചങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ പോയി അഹമ്മദ് കുട്ടി മൊല്ലാക്കേന്ന് വിളിച്ചു പോയി. എൻ്റെ ഒരു പിതാവിനെ പോലെ എൻ്റെ കൂടെ നിന്ന മഹാനാണ്. എന്ത് വിഷമം വരുമ്പോഴും സാരല്ല ഉസ്താദേ എന്ന് പറഞ്ഞ മഹാനാണ്. ഞാൻ എൻ്റെ ഉപ്പച്ചിൻ്റെ സ്ഥാനത്ത് അയാളെ നിർത്തിയിരുന്നു. ചിരിച്ചങ്ങനെ കിടക്കുന്നുണ്ട്. അല്ലാഹുവേ അങ്ങനെയുള്ള മരണം ഞങ്ങൾക്കും നൽകണേ അല്ലാഹുവേ. അങ്ങനെയുള്ള മരണമാണ് നമുക്ക് വേണ്ടത്. മഹാന്മാരായ സയ്യിദന്മാരതാണ്. ഇവരെ ബഹുമാനിക്കണം. സ്നേഹിച്ചു വന്നാൽ നബിയെയും കുടുംബങ്ങളെ സൂക്ഷിക്കുമേഴു സ്ഥലങ്ങളിൽ ദുരിതങ്ങളെ. മൗത്തും ഖബർ നശ്റും കിതാബും പിന്നെ മീസാൻ ഹിസാബ് സിറാത്തിതേഴും തന്നെ. മഹാന്മാരെ സ്നേഹിച്ചാലുള്ള ഫضലാണ്. അല്ലാഹുവേ അവരുടെ കുരുത്തവും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ.
കാമി പറഞ്ഞ പഠിച്ചോനെ നൽകണേ അല്ലാ. അപ്പോൾ ഒരു നല്ല മരണം നമുക്ക് വേണം. എന്താണ് വഴി എന്നറിയോ? ഞാനൊരു വഴി പറഞ്ഞു തരാം. രണ്ട് വഴി ഞാൻ പറഞ്ഞു തരാം. അതിൽ 2 ദിക്റുകളാണ്. ഒരു ദിക്റ് ചെല്ലേണ്ടത് മഗ്രിബിന്റെ സമയത്തിലാണ്. നല്ല മരണം സംഭവിക്കാൻ ഒരു ദിക്ർ ചെല്ലേണ്ടത് വിശുദ്ധമായ മഗ്രിബിന്റെ സമയത്തിലാണ്. മഗ്രിബ് ബാങ്ക് കൊടുക്കുന്ന സമയമുണ്ടല്ലോ, അതൊരു വല്ലാത്ത സമയമാണ്. പുണ്യനബി തങ്ങൾ പറയുകയാണ്, ആദം നബി അലൈഹിസ്സലാമിന്റെ പാപം പുറത്തു കൊടുത്ത വിശുദ്ധ സമയമാണ് മഗ്രിബിന്റെ സമയം. അസറിന്റെ നേരാണ് ആദം നബി അലൈഹിസ്സലാം പയം പറിച്ചത്. ആദം നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ നമ്മുടെ വല്യമ്മ ഹവ്വാ റളിയല്ലാഹു അൻഹാ പയം പറച്ചത് അസറിൻ്റെ സമയത്തിലാണ്. ഇന്നത്തെ ഖുതുബന്റെ ആയത്തതല്ലേ, നബാത്തിയ ഖുതുബന്റെ ആയത്തും അത് തന്നെയാണ്. മനുഷ്യന്മാരെ, നിങ്ങളെ ഇബ്ലീസ് ഫിത്തനാക്കാതിരിക്കട്ടെ. നിങ്ങളുടെ വല്യപ്പയെയും വല്യമ്മയെയും അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയവനാണ്. ആ പയം പറച്ചതിൻ്റെ പേരിൽ അവരുടെ ഔറത്ത് വെളിവായി പോയി. ഔറത്ത് വെളിവായപ്പോഴാണ് സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ആദമും ഹവ്വാ റളിയല്ലാഹു അൻഹായും എല്ലാ മരത്തിൻ്റെ അരികിലൂടെയും നടന്നു പോയത്. എല്ലാ മരത്തിൻ്റെ അടുത്തും പോയി ചോദിച്ചു, നിങ്ങൾക്ക് കുറച്ച് ഇല തരുമോ, ഞങ്ങൾക്ക് കുറച്ച് ഇല തരുമോ, ഞങ്ങൾ ഈ ഔറത്തൊന്ന് മറക്കാനാണ്. ഒരൊറ്റ മരവും ഇല കൊടുത്തില്ല. ഒരൊറ്റ മരവും ആദമിനും ഹവ്വായിനും ഒരു ഔറത്ത് മറക്കാനുള്ള ഇല കൊടുത്തില്ല. കാരണം അല്ലാഹു പറഞ്ഞതാണ്, വലാ തഖറബാ ഹാദിഹി ഷജറ, ആ മരത്തേക്ക് നിങ്ങൾ അടുക്കരുത്. അവർ പറിച്ചു കഴിച്ചില്ലേ, കൊടുത്തില്ല, ഒരൊറ്റ മരവും കൊടുത്തില്ല, ഇല കൊടുത്തില്ല. അവസാനം ഈ രംഗം കണ്ടപ്പോ ഇല കൊടുത്തതാരെ, ഏത് മരമെന്നറിയോ? വത്തീനി വസ്സൈത്തൂൻ, അത്തിമരമുണ്ടല്ലോ, ആ അത്തിമരമാണ് ആദമിനും ഹവ്വായിനും ഔറത്ത് മറക്കാനുള്ള ഇല കൊടുത്തത്. എത്ര ഇല? കണ്ടമാനം ഇല കൊടുത്തില്ല, ആകെ 8 ഇല കൊടുക്കുകയാണ്. 8 ഇലയാണ് അവർക്ക് കൊടുത്തത്. ആ 8 ഇലയിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാം ഈ 8 ഇല ഇങ്ങനെ സ്വീകരിച്ച് അതിൽ നിന്ന് 5 ഇല ഹവ്വാ റളിയല്ലാഹു അൻഹാക്ക് കൊടുക്കുകയാണ്. 3 ഇല ആദമും എടുക്കുകയാണ്. അവരാണ് സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ഈ മൂന്ന് ഇലകൾ ആദമും 5 ഇലകൾ ഹവ്വാവും ധരിച്ചുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് ഭൂമി ലോകത്തിലേക്ക് മനുഷ്യന്മാർ കടന്നു വന്നത്. അതേ രീതിയിലാണ് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ആളുകളെ നമ്മൾ ധരിപ്പിക്കുന്നതും. അല്ലേ നിങ്ങൾ പറഞ്ഞോളി ബാക്കി. ആ 3 ഇല ആണുങ്ങൾ ധരിക്കൽ എങ്ങനെയാണ്? 3 കഫംപുടയാണ്. ഹവ്വാ റളിയല്ലാഹു അൻഹ 5 ഇല ധരിച്ചു. പെണ്ണുങ്ങളുടെ കഫംപുടകൾ 5 എണ്ണമാണ്. 1 ഇസാർ അരയുടുപ്പാണ്, 2 നീളക്കുപ്പായമാണ്, 3 മുഖമക്കനയാണ്, 4ഉം 5ഉം ഒരു നീളത്തുണിയാണ്. മനസ്സിലായിട്ടില്ലേ? ആണുങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. 3 കഫംപുടയാണ്. വേണമെങ്കിൽ എന്ത് ചെയ്യാ, നീളക്കുപ്പായവും തലേക്കെട്ടും ധരിക്കുക. പക്ഷേ പുണ്യനബി തങ്ങളുടെ ജനാസ മറവ് ചെയ്യുമ്പോൾ നീളക്കുപ്പായത്തിൽ മറവ് ചെയ്തിട്ടില്ല. നബി തങ്ങളുടേത് 3 പരുക്കൻ തുണിയാണ്, 3 വെള്ള പരുക്കൻ തുണിയാണ്. ആ വെള്ള പരുക്കൻ തുണി ഉണ്ടല്ലോ, ഹബീബാ നബി തങ്ങളുടെ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, സ്വഹാബ, ഈ 3 വെള്ള പരുക്കൻ തുണി അത് മാത്രമേ അവസാനമുള്ളൂ. മഹാന്മാർ പറഞ്ഞല്ലോ, ആ കഫംമുട നിങ്ങൾ എന്താക്കണം, എപ്പോഴും ആലോചിച്ചാൽ മതി. വാങ്ങി വെക്കൊന്നും വേണ്ട. വാങ്ങി വെക്കൽ നല്ല കാര്യമല്ല. ഇനി വാങ്ങി വെച്ചു എന്ന് കരുതിയിട്ട് കുഴപ്പമുണ്ട് എന്നല്ല. ഖബറ് കുഴിച്ചു വെക്കൽ നല്ല നന്മയാണ്. ഖബറ് കുഴിച്ചു വെക്കാം, നന്മയാണ്. കഫംമുട ശേഖരിച്ചു വെക്കൽ നന്മയല്ല. ഇനി വാങ്ങി വെച്ചത് കൊണ്ട് കുഴപ്പമില്ല. തബറുക്കിൻ്റെതാണെങ്കിൽ തീരെ കുഴപ്പമില്ല, തബറുക്കിന് വേണ്ടി എടുത്തു വെക്കാം. മനസ്സിലായില്ല? കഫംമുടയുടെ ഉത്ഭവം ഇങ്ങനെയാണ്. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ആദം നബി അലൈഹിസ്സലാം ഭൂമി ലോകത്തിൽ വെച്ചുകൊണ്ട് ഒരുപാട് വർഷങ്ങളോളം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ വന്ന് ആ കണ്ണിൽ നിന്നൊലിച്ച കണ്ണുനീർത്തുള്ളികളിൽ നിന്നാണ് ഭൂമി ലോകത്തിൽ വെച്ചുകൊണ്ട് 3 വസ്തുക്കൾ അല്ലാഹു മുളപ്പിച്ചത്. ആ കണ്ണിന്നുള്ള കണ്ണീര് കൊണ്ടാണ്. ഏതൊക്കെയാണ്? 1 ഊദിനെ അല്ലാഹു മുളപ്പിച്ചത് ആദമിന്റെ കണ്ണിൽ നിന്നാണ്. 2 ഇഞ്ചി,
അതിനെയും അല്ലാഹു മുളപ്പിച്ചത് ആദം നബി അലൈഹിസ്സലാമിൻ്റെ കണ്ണിൽ നിന്നാണ്, കണ്ണുനീർത്തുള്ളിയിൽ നിന്നാണ്. 3 ചന്ദനം, അതും ആദം നബി അലൈഹിസ്സലാമിൻ്റെ കണ്ണുനീരിൽ നിന്നാണ്. ഇത് 3 ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണ്? ഇന്ത്യയിലാണ്. നമ്മൾ സൗദിയെ പോയിട്ടാ ഊത് വാങ്ങുക, സൗദിയേക്ക് ഊത് കൊണ്ടുപോകണം, ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അതാരും മനസ്സിലാക്കണില്ല. ഇവിടുത്തെ ഊതാണ്, ഇന്ത്യയിൽ ഊതാണ് ഏറ്റവും പവർഫുള്ളായ ഊത്. മഹാനായ ആദം നബി അലൈഹിസ്സലാം ആദ്യകാലം താമസിച്ചത് മുഴുവനും ഇന്ത്യയിലാണ്. ഹവ്വാ റളിയല്ലാഹു അൻഹ ജിദ്ദയിലുമാണ്. വല്യമ്മ താമസിച്ച സ്ഥലം അവിടെയാണ്. വല്യാപ്പത് ഇന്ത്യ വല്യാപ്പ താമസിച്ച മണ്ണാണ് ആദം നബി അലൈഹിസ്സലാം. ഏതായിരുന്നാലും ആദം നബി അലൈഹിസ്സലാം അന്ന് മുതൽ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. ആ ദുആ അല്ലാഹു സ്വീകരിക്കുന്നത് ഒരു ദിവസത്തെ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച സൂര്യന്റെ അസ്തമാനം പൂർണ്ണമായപ്പോഴാണ് അല്ലാഹു ആദം നബിയുടെ തൗബ സ്വീകരിക്കുന്നത്. അതാണ് മഗ്രിബിന്റെ ബാങ്ക്, ഹയ്യ അലസ്സലാം. ആ സമയമാണ്. ആ സമയത്തിൽ പള്ളിയിലേക്ക് ഓടണം. ആ ബാങ്ക് കേൾക്കുമ്പോൾ മിണ്ടരുത്. ഒരൊറ്റ ബാങ്ക് കേൾക്കുമ്പോൾ മിണ്ടരുതിട്ട്. ഞാൻ ആ ബാങ്ക് എന്ന് പറയുമ്പോൾ എൻ്റെ വിഷയത്തിലേക്ക് ഉൾക്കൊള്ളിപ്പിക്കാൻ വേണ്ടിയാണ്. ബാങ്ക് കേൾക്കുമ്പോൾ സംസാരിക്കരുത്. ആരെങ്കിലും ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവന് മരിക്കുമ്പോൾ ഈമാൻ ഉണ്ടാകുകയില്ല, കരിമ ചൊല്ലാൻ കഴിയുകയില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയൂല. ആര് പറഞ്ഞെന്നിട്ടും കാര്യമില്ല, കലിമ അവനെ കൊണ്ട് ചെല്ലാൻ സാധിക്കുകയില്ല. ബാങ്ക് വിളിക്കുമ്പോൾ ലാ ഇലാഹ സംസാരിച്ചു കഴിഞ്ഞാൽ, ഈ ബാങ്ക് വിളി എന്ന് പറഞ്ഞാൽ മൊല്ലാക്കൻ്റെ ഡ്യൂട്ടിയല്ല, മൊല്ലാക്കൻ്റെ പണിയല്ല. അത് അല്ലാഹുവിൻ്റെ സംസാരമാണ്. അള്ളാഹിൻ്റെ സംസാരം നമുക്ക് കേൾക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് മനുഷ്യന്മാരിലൂടെ കൊണ്ടുവരുന്നത്. അതാണ് മൊല്ലാക്കന്മാർക്ക് അല്ലാഹു ഇത്രയും സ്ഥാനം കൊടുത്തത്. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഇമാമിനേക്കാൾ സ്ഥാനം മൊല്ലാക്കക്കാണ്. ആ മൊല്ലാക്ക അങ്ങനെ വിളിക്കുന്നത് അള്ളാഹിന്റെ വിളിയാണ്. അബ്ദുല്ലാഹ് ഇബ്നു സൈദിന് അറിയിച്ചു കൊടുത്ത വിളിയാണ്. ആ വിളി കേൾക്കുമ്പോൾ മിണ്ടാൻ പാടില്ല. പടച്ചോന്റെ വിളിയല്ലേ, മിണ്ടരുത്. മിണ്ടിയാൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. എന്നാലും ആ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ എന്നുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, അത് ബാങ്ക് കൊടുത്തവനും സുന്നത്താണ്, കേട്ടവർക്കും സുന്നത്താണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, സ്വഹാബ, നിങ്ങൾക്ക് സ്വർഗ്ഗലോകത്തിൽ നിന്നുള്ള ഒരു ബിത്വാഖത്ത് നിങ്ങളുടെ കയ്യിൽ വേണോ? സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള പാസ് വേണോ? സ്വർഗത്തേക്ക് കടക്കാനുള്ള പാസ്. ബദറത് ലഹു ബിത്വാഖത്തുൻ. ഈ ദുആ എങ്ങാനും ആരെങ്കിലും ദുആ ചെയ്താൽ, ഏത് ദുആ കേട്ടോളൂ. മഹാനാകുന്ന ഇമാം ഖുർദി തങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഏത് ദുആ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ ദുആറിനു ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ റസൂലൻ വബിൽ ഖുർആനി ഇമാമൻ വബിൽ കഅബതി ഖിബ്ല. اللهم اكتب شهادتي هذه في عليين واشهد عليها ملائكتك المقربين وانبياءك المرسلين وعبادك الصالحين واختم عليها بآمين واجعل لي عهدا عندك توافينه يوم القيامة إنك لا تخلف الميعاد. മൊയ്ലിയാര് കാണാതെ ചൊല്ലിയത് എന്താണെന്നറിയോ? മൊയ്ലിയാർ ഇതൊരു 5 വർഷം മുമ്പ് കേട്ടതല്ല, ഒരൊറ്റ മാസമേ ആയിട്ടുള്ളൂ ഞാൻ ഈ ഹദീസ് കണ്ടിട്ട്. കണ്ടപാടൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു 3 ദിവസം മെനക്കെട്ട് നോക്കി പഠിച്ചു. 3 ദിവസം ബാങ്ക് കൊടുക്കുമ്പോൾ നോക്കി ചൊല്ലി. 4ാമത്തെ ദിവസം നോക്കേണ്ടി വന്നില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെ അവസ്ഥ. ഒരു 3 ദിവസം ഇടങ്ങേറാവും. 3 ദിവസം തന്നെ നമ്മൾ 15 വട്ടം ചൊല്ലും, ഓരോ ബാങ്കിലും ചൊല്ലല്ലോ. ഇത് ചൊല്ലിക്കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്തെന്നറിയോ? ബദറത് ലഹു ബിതാഖത്തുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തായ് ഭാഗത്തിൽ നിന്നൊരു ബിതാഖത്ത് ഇവന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു ബിതാഖത്താണ് ഒരു കാർഡ് തരുന്നതാണ്. എന്താണ് ആ കാർഡിലുള്ളതെന്നറിയോ? ഇതാ ഹംസ ഹാജി നരകത്തിൽ നിന്ന് മോചിതനാണ്.
നരകമില്ല, മോചിതനാണ്, കീശേ കിട്ടു. പിറ്റേത്തെ അസറിന്റെ സമയത്തിൽ എന്തുവായിരുന്നു? കാർഡ് പിന്നെയും കീശേ കിട്ടു, പിന്നെയും കീശേ കിട്ടു, പിന്നെയും കീശേ കിട്ടു. ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് അവസാനം നാളെ റബ്ബിന്റെ കോടതിയിലോട്ട് ചെല്ലുമ്പോൾ മാലാക്കന്മാർ ഈ കാർഡുകളെല്ലാം എടുത്ത് അല്ലാഹുവിനോട് പറയാൻ, പടച്ചോനെ, ഇയാൾ നരകത്തിൽ നിന്ന് മോചിതനാണല്ലോ, ഇയാളുടെ കയ്യിൽ ബിതാഖത്തുണ്ടല്ലോ. ആ മനുഷ്യനെ അല്ലാഹു സ്വർഗലോകത്തിലോട്ട് കടത്തിക്കൊണ്ടുപോകുമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യൻ വബിൽ ഖുർആനി ഇമാമൻ വബിൽ കഅബതി ഖിബ്ല അല്ലാഹുമ്മ അക്തുബ് ഷഹാദതി ഹാദിഹി ഫീ ഇല്ലിയീൻ وأشهد عليها ملائكتك المقربين وأنبياءك المرسلين وعبادك الصالحين واختم عليها بآمين واجعل لي عهدا عندك توافينه يوم القيامة إنك لا تخلف الميعاد. നിങ്ങൾക്ക് ഈ ദുആ വേണോ? ഈ ദുആ ആവശ്യമുള്ളവർ കൈബന്ധിച്ചേ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹാഫിദ് ഉസ്താദിന്റെ കയ്യിൽ ഞാനത് കൊടുക്കും. എൻ്റെ ശരീക്കാണവർ, അവരുടെ കയ്യിൽ നിങ്ങൾ അന്വേഷിക്കണം. എനിക്ക് എല്ലാവരുടെ നമ്പറിലേക്കും ഫോർവേഡ് ചെയ്യാൻ കഴിയില്ല. ഹാഫിദ് ഉസ്താദിൻ്റെ ഫോണിലേക്ക് ഞാൻ ഫോർവേഡ് ചെയ്യും. അറിയില്ലേ, നിങ്ങളുടെ നാട്ടുകാരൻ 11 കൊല്ലമായി അദ്ദേഹം ഇവിടെ. അല്ലാഹുവേ റാഹത്ത് കൊടുക്കണേ തമ്പുരാനെ, അല്ലാഹുവേ സന്തോഷം നൽകണേ അല്ലാഹുവേ. അപ്പം മഗ്രിബിന്റെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ദുആഇനെ ദുആ ചെയ്യണം. എന്നിട്ട് പള്ളിയിലേക്ക് ഓടണം. മൻ തതഹറ ഫീ ബൈതിഹി സുമ്മ മളാ ഇലാ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാ കാനത് ഖുതുവാതുഹു ഇഹ്ദാഹാ തഹത്തു ഖതിയതൻ വൽ ഉഖറാ തർഫഉ ദറജാത്. മഗ്രിബ് ബാങ്ക് അങ്ങ് കേൾക്കുമ്പോൾ എവിടെയാണെങ്കിലും അവിടെ നിന്നിട്ട് ആണുങ്ങൾ പള്ളിയിലേക്ക് ഓടണം. ഓടിയാൽ ആദ്യത്തെ കാലുകൊണ്ട് അല്ലാഹു അവൻ്റെ പാപം പൊറുക്കപ്പെടുന്നതാണ്. രണ്ടാമത്തെ വലത്തെ കാലുകൊണ്ട് അവൻ്റെ ദർജ അല്ലാഹു ഉയർത്തുന്നതാണ്. ഓടിപ്പോകണം പള്ളിയിലേക്ക്. പെണ്ണുങ്ങളാണോ പണികളെല്ലാം നിർത്തിയിട്ട് എൻ്റെ ഉമ്മമാരെ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മരിക്കണമെന്ന് പൂതിയുണ്ടോ? പുതിയാപ്പളുടെ കയ്യിൽ നിന്ന് തല്ല് കൊള്ളാതിരിക്കാൻ എന്തൊക്കെ പണി നമ്മൾ എടുക്കും അല്ലേ? പുതിയാപ്പള വരുമ്പോൾ ചീത്ത പറയും, കറി നന്നായിട്ടില്ലെങ്കിൽ എന്നാലോ ഉച്ചക്കത്തെ കറി വല്ലാണ്ട് നന്നാക്കൂല, കാരണം ഉച്ചക്കാരുമില്ലല്ലോ, നമ്മൾ തന്നെയല്ലേ കൂടെ ഉള്ളൂ. വൈകുന്നേരം വരുമ്പം പുതിയാപ്പള വരുമ്പോൾ കറി നന്നായിട്ടില്ലെങ്കിൽ ദേഷ്യം പിടിക്കും. എത്ര വട്ടം അതിൻ്റെ രുചി നോക്കും നാം, എത്ര വട്ടം അങ്ങനെ നക്കി നോക്കും എന്ന് പറയും. ചിലപ്പോൾ നക്കി നോക്കും പറയും പണ്ടാര പയപ്പോൾ വരും, അങ്ങനെ പറയും. അതിലൊന്നും ഒരു ഫലമില്ല കേട്ടോ, വേറെ കഥ. മനസ്സിലായോ? ഒക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് അള്ളാഹു സ്വീകരിക്കുന്നത്. അവിടെ നമ്മൾ അത്രയും കൂടുതലായി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അങ്ങാടിക്കിറങ്ങുമ്പോൾ നമ്മൾ എത്ര വട്ടം മുടി ചീരും. ആൾക്കാർ കാണുന്ന പേടിച്ചിട്ടല്ലേ? നല്ല വസ്ത്രം ധരിക്കൂലേ? എനിക്കിപ്പോൾ ചൂടും പുകയും എടുക്കുന്നുണ്ട്, രണ്ടും പോളിസ്റ്ററാ. ഇതെന്തുകൊണ്ട് ഞാൻ ഒന്ന് മടുക്കത്തൊന്ന് കുത്തട്ടെ, ആൾക്കാർ കാണുന്ന ചോദിച്ചിട്ടല്ലേ? ആലോചിച്ച് നോക്കിയാണ് എത്ര വട്ടം അങ്ങാടി വാങ്ങിയിട്ട് മുടി വാരലൊക്കെ സുന്നത്താണ്. ഇപ്പോൾ മുടിനെ നീട്ടണേ പറ്റിയ ഓരോരുത്തർ ചോദ്യം. മുടി നീട്ടൽ 3 കോലത്തിലാണ്: ലുഫ്രത്ത്, ലുമ്മത്ത്, ജുമ്മത്ത്. ഒന്ന് നിറഞ്ഞു നിൽക്കുന്ന മുടി, ചെവിക്കുഞ്ഞി വരെ നീണ്ട മുടി, ചെവിക്കുന്നിയിൽ നിന്നൽപ്പം തായോട്ട് നീണ്ട മുടി. ഇതൊക്കെ നബി തങ്ങൾ നീട്ടിയതാണ്. പക്ഷേ നീട്ടണേന് തരക്കേടില്ല, ചീർപ്പ് കൊണ്ട് വാരണം, വാർന്നൊതുക്കി വെക്കണം. ഇല്ലാത്തവൻ പിശാചിൻ്റെ കൂട്ടുകാരനാണ്. മുടി നീട്ടിയാൽ ശരിക്കും ഇങ്ങനെ വാർന്ന് മര്യാദയ്ക്ക് വെക്കണം. ചീർപ്പ് കൊണ്ട് വാരൽ സുന്നത്താണ്. ഗിബ്ബൻ നിലക്ക് സുന്നത്താണ്. ഗിബ്ബൻ എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ ഉപകാരം കഴിയുമ്പോൾ രണ്ടാമത്. എപ്പോഴും വാരണമെന്നല്ല, എപ്പോഴും ഇങ്ങനെ വാരണമെന്നല്ല. ഒന്നിൻ്റെ ഉപകാരം എടുത്ത് കഴിഞ്ഞാൽ പിന്നെയും വാരണം. പുണ്യ നബിത്തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രക്ക് പോകുമ്പോൾ നബിത്തങ്ങൾ ചീർപ്പ് കയ്യിൽ പിടിച്ചിരുന്നു. നബി യാത്രക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കൾ അതൊക്കെയാണ്. നബി എന്ത് രസാന്നറിയോ ഹബീബിനെ കാണാൻ? പരന്ന നെറ്റിയാണ് നബി തങ്ങളുടേത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുടി ഇവിടെ നിന്നെടുത്താൽ തായ്വിടം വരെ വരും, അതും കറുത്ത മുടിയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ കണ്ണിൻ്റെ പിരികകൾ വില്ല് പോലെ വളഞ്ഞതാണ്.
ഇവിടേക്ക് ഇങ്ങോട്ട് ചേർന്നിട്ടില്ല, ഇവിടെ കുറച്ച് ഒഴിവുണ്ട്. ആ ഒഴിവുള്ള ഭാഗത്തിലൂടെ മൂർത്താവിലൂടെ ഒരു നരമ്പ് ഇങ്ങനെ പോകുന്നുണ്ട്. അത് നരമ്പ് ഇങ്ങനെ തെളിഞ്ഞു കാണും. ദേഷ്യം പിടിക്കുമ്പോൾ ആ നരമ്പ് വണ്ണം വെക്കും. അപ്പോഴാണ് സ്വഹാബത്ത് പറയാറുള്ളത്, അല്ലാഹുവിന്റെ റസൂൽ ദേഷ്യം പിടിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജസദുണ്ടല്ലോ, നെഞ്ചിനോട് സമമായിട്ടാണ് വയറും. നബിയുടെ ശരീരല്ലേ, നെഞ്ചിനോട് സമമായിട്ടാണ് വയറും. നമ്മളിത് പറഞ്ഞാങ്ങൻ്റെ മാതിരിയാണ്. തൽക്കാണില്ലാതെ കിടക്കാൻ പറ്റുമോ നമ്മളൊക്കെ? വയറ് ചാടിയിട്ടല്ലേ. പുണ്യ നബി തങ്ങളുടെ ശരീരം അങ്ങനെയാണ്. കാലിൻ്റെ ഭാഗം നല്ല മാംസമുള്ള കാലിൻ്റെ ഭാഗമാണ്, പാകമുള്ള തടിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് മാത്രമായിരുന്നു രോമമുണ്ടായിരുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ കൺതടങ്ങൾ എപ്പോഴും സുറുമ തേച്ചതുപോലെയുള്ള കൺതടമാണ്. പുണ്യ നബി തങ്ങളുടെ കണ്ണിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ചുവപ്പ് കലർന്ന ഒരടയാളമുണ്ടായിരുന്നു. വെള്ള, നമ്മൾ വെള്ളല്ലേ, ആ വെള്ളൻ്റെ ഭാഗത്തിൽ ഒരു ചെറുങ്ങനെ ലൈറ്റ് ചുവപ്പുണ്ടായിരുന്നു. അത് കാണാൻ വല്ലാത്ത സൗന്ദര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ധരിക്കാറുള്ളത് നീളക്കുപ്പായമാണ്. നബിയുടെ നടത്തവും നബി തങ്ങളുടെ ചലനവും എല്ലാം കാണാൻ രസമാണ്. പുണ്യ നബി തങ്ങൾ നടന്നു പോകുമ്പോൾ സ്വഹാബത്ത് ഇങ്ങനെ ദൂരെ നിന്ന് നോക്കി നിൽക്കും. നബി തങ്ങൾ നല്ല ഭംഗിയിലൂടെയാണ് നടന്നിരുന്നത്. ആ നബി തങ്ങൾ നടന്നു പോകുമ്പോൾ യാത്രയിൽ ചീർപ്പ് നബി തങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, നമ്മളെ നാടിൻ്റെ നമ്മളെ പ്രദേശത്തിൻ്റെ ഒക്കെ കോല എങ്ങനെ ഉണ്ടാവും. നബി ഒരു കുളിക്കാതെ അങ്ങനെ ഫക്കീർണമാരി ഇങ്ങനെ നടക്കണേൽ നബിയെ ഇത്തിബാവ് ചെയ്യണമെന്നല്ലേ. നമ്മളെ കൂടി അങ്ങനെ നടന്ന എന്തേക്കും അവസ്ഥ, പള്ളിയിലൊക്കെ വന്നാൽ എന്തേക്കും അതിൻ്റെ അവസ്ഥ ഉണ്ടാകുക, ആലോചിച്ച് നോക്കിയാണ്. നബി ചീർപ്പ് ഉപയോഗിക്കും, എണ്ണ ഉപയോഗിക്കും, അതുപോലെ യാത്രയിൽ കണ്ണാടി ഉപയോഗിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ നമ്മളൊക്കെ മറിച്ചേക്കുന്നു? അല്ലാഹു, അതിൻ്റെ അർത്ഥം എന്താണ്? നല്ല ഭംഗിയിൽ നടക്കണമെന്നാണ്. ഭംഗി എന്നുള്ളത് അഹങ്കാരമല്ല. അള്ളാഹു ഖൈർ നൽകുമാറാവട്ടെ. അള്ളാഹുവേ റാഹത്ത് നൽകണേ തമ്പുരാൻ. ഇപ്പം നമ്മളെ നാട്ടിൽ ഒരു നല്ല തുണിയും കുപ്പായിട്ട വലിയൊരു ഓൻ്റെ പത്രാസ് പൊന്നാരൻ്റെ എണ്ണിയോ അതൊക്കെ നിർത്തണം. നേരെ മറിച്ച് കുപ്പായത്തിൻ്റെ കൊടുക്കിടാതെ നടന്നാലോ ഓനൊരു സാധു ആട്ടോ. അങ്ങനല്ല, ഉള്ളത് ഭംഗിയാക്കണം. അള്ളാഹു ഖൈർ നൽകട്ടെ. ഒരു ഫാൻ്റൊക്കെ ധരിക്കുകയാണെങ്കിൽ ഇന്നൊക്കെ ചെയ്ത് ഒരു ഭംഗിയിൽ നല്ലൊരു 5 റുപ്യൻ്റെ അത്രയൊക്കെ തേച്ച് നല്ല ഭംഗി നടക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ സഹോദര, ഞാൻ പറഞ്ഞു വരുന്നത്, വിശുദ്ധമായ മഗ്രിബിൻ്റെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പള്ളിയിലേക്ക് ഓടിക്കോ. എവിടെയാണെങ്കിലും വിശുദ്ധമായ പള്ളിയിലോട്ട് ജമാഅത്തിന് വരണം. അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ജമാഅത്തിന് വരാത്ത മനുഷ്യന്മാർ, പുണ്യ നബി തങ്ങളൊരു ഹദീസുണ്ട്, ഈ ഹദീസ് ഇഹ്യയിൽ വന്നിട്ടുണ്ട്. ഇത് ലഈഫാണെന്ന് പറഞ്ഞ് തള്ളല്ലേ. ഇത് മൗദൂആയ ഹദീസ് അല്ലല്ലോ, ഇത് ലഈഫ് അല്ലയോ, ലഈഫാണെന്ന് പറഞ്ഞ് തള്ളല്ലേ. ഇത് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്. ഏതാണ് ആ ഹദീസ് എന്നറിയോ? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബ, നിങ്ങൾ യഹൂദികളോടും നസ്രാനികളോടും വേണമെങ്കിൽ സലാം പറഞ്ഞോ. സല്ലിമു അലൽ യഹൂദി വൻ നസ്വാറ. നോക്കണേ, ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും നിങ്ങൾ വേണമെങ്കിൽ സലാം പറഞ്ഞോളൂ. ജൂതന്മാരോടും നസ്രാനികളോടും നിങ്ങൾ വേണമെങ്കിൽ സലാം പറഞ്ഞോളൂ. വലാ തുസല്ലിമു അലൽ യഹൂദി വൻ നസ്വാറ മിൻ ഉമ്മത്തി. എൻ്റെ ഉമ്മത്തിങ്ങളിലുണ്ട് ചില ജൂതന്മാർ, ചില നസ്രാനികൾ, അവരോട് നിങ്ങൾ സലാം പറയരുതേ, അവരോട് നിങ്ങൾ സലാം പറയാൻ പാടില്ല. ഖീല, ചോദിക്കുകയാണ്, മൽ യഹൂദു വൻ നസ്വാറ മിൻ ഉമ്മതിക. അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങേരുടെ ഉമ്മത്തിങ്ങളിലുള്ള ജൂതന്മാരും നസ്രാനികളും ആരാണ് നബിയെ? പറഞ്ഞു തരും യാ റസൂലല്ലാഹ്. ഉടനെ തന്നെ ഖാല, നബി തങ്ങൾ പറയുകയാണ്, അല്ലദീന, അവരൊരു വിഭാഗം മനുഷ്യന്മാരാണ്, യസ്മഊനൽ അദാന വൽ ഇഖാമ, പള്ളിയിൽ നിന്ന് ബാങ്കും ഇഖാമത്തും അവർ കേൾക്കുന്നുണ്ട്. പക്ഷേ വലാ യഹ്ളറൂനൽ ജമാഅ, ജമാഅത്തിന് അവർക്ക് പങ്കെടുക്കാൻ തോന്നുന്നില്ല. അങ്ങാടിയിൽ നിന്ന് കയറിപ്പോ കഴിയണില്ല, കമ്മിറ്റി യോഗം നിർത്താൻ കഴിയുന്നില്ല, സംഘടനയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ നോട്ടീസ് ഒട്ടിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒട്ടിച്ച് തീരട്ടെ എന്ന് കരുതുകയാണ്. പള്ളിയിൽ ബാങ്ക് കൊടുത്താൽ എല്ലാം നിർത്തണം.
അതിൻ്റെ അപ്പുറത്തേക്കൊന്നല്ല സംഘടനാ പ്രവർത്തനമൊന്നും. സംഘടനാ പ്രവർത്തനം നന്മയാണ്, കൂലിയാണ്, സവാബാണ്, പ്രതിഫലമാണ്. എന്നാൽ ബാങ്ക് കൊടുത്തിട്ട് മദ്രസന്റെ ഉള്ളിൽ പറ്റൂല. അതെൻ്റെ ഉമ്മത്തീങ്ങളിലുള്ള ജൂതന്മാരാണവർ, എൻ്റെ ഉമ്മത്തീങ്ങളിലുള്ള നസ്രാണികളാണവർ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം പിശാച് പഠിപ്പിക്കുകയാണ്. ബാങ്ക് കൊടുത്തോ, അവിടെ നിൽക്കരുത്, പള്ളിക്ക് പോകണം. പിന്നെയും വേറെയും ഒരു ഹദീസുണ്ട്. നബി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, മൻ സമിഅൽ അദാൻ, പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുകയും വലം യഹ്ലുറിൽ ജമാഅ, അവർ ജമാഅത്തിന് പങ്കെടുക്കുന്നും ഇല്ലെങ്കിൽ ഫകഅന്നമാ സനാ മഅ ഉമ്മിഹി, അവൻ്റെ ഉമ്മാന്റെ കൂടെ വ്യഭിചരിച്ചതിന് സമമാണ്. പുണ്യ നബി മുഹമ്മദ് മുസ്തഫ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ പള്ളിയിലേക്ക് പോകാത്ത മനുഷ്യന്മാരുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അത് ഉമ്മയെ വ്യഭിചരിച്ചതുപോലെയാണ്. പടച്ചോനെ കാത്തുരക്ഷിക്കണേ റബ്ബേ. ബാങ്ക് കൊടുത്ത ഓടണം, പള്ളിയിലേക്ക് ഓടണം. ഈമാനോടുകൂടെ മരിക്കണമെന്ന് കൊതിക്കുന്ന ആണുങ്ങളെ പള്ളിക്ക് ഓടിക്കോളൂ. പെണ്ണുങ്ങളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഓടണേ, വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഓടണേ. അള്ളാഹു നമുക്ക് ഖൈർ നൽകട്ടെ. അള്ളാഹുവേ ഞങ്ങൾക്ക് നല്ല ബുദ്ധി നൽകണേ തമ്പുരാന്. എന്നിട്ടോ മഗ്രിബിൻ്റെ ബാങ്ക് വിളിച്ച് നിങ്ങൾ പള്ളിയിലേക്ക് ഓടിയാൽ മഗ്രിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞ ഉടനെയായി പുണ്യ നബി തങ്ങൾ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു 2 റക്അത്ത് നിസ്കരിക്കണേ. ഈമാനോടുകൂടെ ജീവിച്ച് മരിക്കണമെന്ന് കൊതിക്കുന്നവർ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ മഗ്രിബ് നിസ്കാരത്തിൻ്റെ മുമ്പ് ഒരു 2 റക്അത്ത് നിസ്കരിക്കണേ. കുഞ്ഞുമക്കള് പിന്നെ അതിൻ്റെ മുകളിൽ കയറി കുത്തിരിക്കരുതേ, അങ്ങോട്ട് വീണു. അള്ളാഹുവേ ഖൈർ നൽകണേ. ഇങ്ങോട്ട് നോക്കേ, ഖൈർ നൽകണേ അല്ലാ. മഗ്രിബിൻ്റെ മുമ്പ് ഒരു 2 റക്അത്ത് നിസ്കരിക്കണം. സുന്നത്തുണ്ട്, സുന്നത്താണ്. ഇവിടെ നിസ്കരിക്കലുണ്ടാവും അല്ലേ? ഇവിടെ നിസ്കരിക്കലുണ്ടോ? അൽഹംദുലില്ലാഹ്, പുണ്യ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സല്ലൂ ഖബല സ്വലാത്തുൽ മഗ്രിബി. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയാണ്, സ്വഹാബ മഗ്രിബിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കണേ. ഈ പറച്ചിൽ 2 തവണ നബി തങ്ങൾ ആവർത്തിച്ചു. 3ാമത്തെ തവണ നബി തങ്ങൾ പറയുകയാണ്, ലിമൻ ഷാ, ഉദ്ദേശിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഇതൊരു പ്രധാനപ്പെട്ട സുന്നത്താകുമെന്നവർ കരുതാതിരിക്കാൻ. ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിസ്കരിക്കണേ. ഈമാൻ കൊതിക്കുന്നവരെ, ഈമാനോടുകൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ മഗ്രിബിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. അത് പെണ്ണുങ്ങളും അങ്ങനെ തന്നെ. ഇതൊന്നും ആണുങ്ങൾക്ക് മാത്രമുള്ളതല്ല, പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ്. എന്നാൽ മഹാനാകുന്ന അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയുകയാണ്, ഞങ്ങൾ മദീനയിലായിരിക്കുമ്പോ ഖാല കുന്നാ ബിൽ മദീനതി ഫഇദാ അദ്ദനൽ മുഅദ്ദിനു ലിസ്വലാത്തിൽ മഗ്രിബി, മഗ്രിബിന് വേണ്ടി ബാങ്ക് വിളിക്കുന്ന ബിലാൽ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫഇദാ അദ്ദനൽ മുഅദ്ദിനു, ബാങ്ക് വിളിക്കുന്നവർ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇബ്തദറുസ് സവാരിയ, സഹാബത്തെല്ലാവരും തൂണിൻ്റെ അരികിലേക്ക് ഓടുന്നതാണ്. തൂണിൻ്റെ അരികിലേക്ക് ഓടും. എന്തിന്? മറയോടുകൂടെ നിസ്കരിക്കാൻ. അങ്ങനെ നിസ്കരിക്കേണ്ടത്. നിസ്കരിക്കുന്ന ആളുടെ മുമ്പിൽ മറ വേണം. ആ മറ തന്നെ 3 മുഴത്തിനേക്കാൾ അധികരിക്കാൻ പാടില്ല. മറ വേണം, മറ വെച്ചുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. എന്നാലോ ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കുമ്പോൾ ചില ആൾക്കാർ പറയാണ്, ഉസ്താദേ കുറച്ച് കയറി നിൽക്കി, ഞങ്ങൾക്കും ഇവിടെ മറട്ടണേ, ചുമര് മറട്ട. എന്തിനാ അങ്ങനെ? ചുമര് വേണ്ട, ബാക്കിൽ നിൽക്കുന്നവൻ്റെ മറ ഇമാമിൻ്റെ മറയാണ്.